കേരളത്തിൽ ഒരു പുതിയ റെയിൽപാത. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏകദേശം 10 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ 9 കിലോമീറ്ററിലധികവും ഭൂമിക്കടിയിലൂടെയാണ് പോകുന്നത്. അതെ, നമ്മൾ പറയുന്നത് ബാലരാമപുരം മുതൽ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാതയെക്കുറിച്ചാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ തുറമുഖത്തെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനായാണ് ബാലരാമപുരം മുതൽ വിഴിഞ്ഞം വരെ ഈ റെയിൽപാത ആസൂത്രണം ചെയ്യുന്നത്. പദ്ധതിയുടെ ആകെ നീളം 10.76 കിലോമീറ്റർ ആണ്. അതിൽ ഏകദേശം 9.2 കിലോമീറ്റർ ഭൂഗർഭ പാതയായിരിക്കും. പദ്ധതിക്ക് 1482 കോടി രൂപയുടെ ഭരണാനുമതി 2025 മാർച്ചിൽ സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും. ഇത്രയും വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ നിർമ്മാണം തുടങ്ങിയില്ലേ? ഇവിടെയാണ് കഥയിലെ പ്രധാന ഭാഗം. പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേക്കാണ്. എന്നാൽ നിർമ്മാണത്തിനുള്ള കരാർ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമപരവും ഭരണപരവുമായ തടസ്സങ്ങളുണ്ടായി. പ്രധാനമായും കരാറിലെ ആർബിട്രേഷൻ വ്യവസായത്തെക്കുറിച്ചാണ് തർക്കം. ഈ വിഷയത്തിൽ ഫയൽ വകുപ്പിൻ്റെ പരിഗണനയിലായിരുന്നു. പിന്നീട് നിയമവകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ചതോടെ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. അന്തിമ അധികാരം ലഭിച്ചാൽ കരാർ ക്ഷണിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്നും അന്നത്തെ റിപ്പോർട്ട്. കൊങ്കൺ റെയിൽ അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ കരാർ ക്ഷണിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പദ്ധതിക്ക് മുന്നിലുള്ള മറ്റൊരു വലിയ കടമയുണ്ട്. അത് ഭൂമി ഏറ്റെടുക്കലാണ്. റെയിൽപാതയുടെ ഭൂപടത്തിൽ തുടക്കത്തിൽ അവസാന ഭാഗത്തുമായി ഏകദേശം 5.52 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിനായി ഏകദേശം 193 കോടി രൂപ റവന്യൂ വകുപ്പിൻ്റെ കൈവശമുണ്ടായിരുന്നെങ്കിലും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സമയത്ത് ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ പൂർത്തിയായിരുന്നില്ല. ബാലരാമപുരം ഭാഗത്ത് നഷ്ടപരിഹാരം വിതരണം ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മറ്റൊരു പ്രധാന ചോദ്യം, എന്തിനാണ് ഇത്രയും വലിയ ഭാഗം ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നത്? വിഴിഞ്ഞം ബാലരാമപുരം മേഖലയിലെ റോഡ്, ജനവാസ മേഖല, നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്നിവയെ പരിഗണിക്കുമ്പോൾ ഭൂഗർഭ പാതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പദ്ധതി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ രണ്ടാണ്. ഒന്ന്, നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുക. 2, ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുക. ഇവ രണ്ടും വേഗത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പദ്ധതിയുടെ നിർമ്മാണത്തിലേക്ക് കാര്യമായ രീതിയിൽ കടക്കാൻ കഴിയൂ. അതിനാൽ ബാലരാമപുരം മുതൽ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായ വിഴിഞ്ഞം വേഗത്തിൽ വികസിക്കുന്നു. മറുവശത്ത് അതിനെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഭൂഗർഭ റെയിൽപാത ഇപ്പോഴും ചില നടപടികൾ പൂർത്തിയാകാനായി കാത്തിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ അടുത്ത അപ്ഡേറ്റ് എന്തായിരിക്കും? കരാർ നടപ്പിലാക്കാൻ എപ്പോൾ പൂർത്തിയാക്കും? നിർമ്മാണം എപ്പോൾ? ഇതെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇതായിരുന്നു ബാലരാമപുരം മുതൽ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഇത്തരത്തിലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ടതും കൗതുകകരമായ വാർത്തകൾ ലളിതമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസിൽ വീണ്ടും കാണാം.